കാട്ടാനകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം അധികമായിരുന്നു. തീറ്റ തേടി കാടിറങ്ങുന്ന ആനകൾ കൃഷിത്തോട്ടങ്ങൾ നശിപ്പിക്കുന്നത് സ്ഥിരമായതോടെയാണ് തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തി എലഫന്റ് ട്രെഞ്ച് കെട്ടുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. പഞ്ചായത്ത് ഈ വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രധാന പ്രവൃത്തിയായിരുന്നു വനാതിർത്തിയിലെ ട്രഞ്ച് നിർമ്മാണം. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾ കാട്ടാനകളും മറ്റു വന്യജീവികളും നശിപ്പിക്കുക പതിവായിരുന്നു. പകൽ നേരങ്ങളിൽ പോലും വന്യമൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന ഈ പ്രദേശങ്ങളിൽ പണിയെടുക്കുന്ന ഇവർ എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്ത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. 40 റീച്ചുകളിലായി 6000 മീറ്റർ ദൈർഘ്യമുള്ള ട്രഞ്ച് നിർമ്മാണ പദ്ധതിയാണ് ഇവിടെ നടന്നുവരുന്നത്. 2 മീറ്റർ വീതിയും 2.5 മീറ്റർ ആഴവുമാണ് ഇവർ നിർമ്മിക്കുന്ന ഈ ട്രഞ്ചിന്. പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ് കണ്ണപ്പൻകുണ്ട്, മുട്ടിക്കുന്ന്. കൂറ്റൻ പാറകൾ കമ്പികൊണ്ട് കുത്തിപ്പൊട്ടിച്ച് നീക്കം ചെയ്യുകയാണ് ഈ സ്ത്രീകൾ. കുടിവെള്ളത്തിനായി നിശ്ചയദാർഢ്യത്തോടെ പണിയെടുക്കുന്നവർ. തൊഴിലുറപ്പ് പദ്ധതി കുറെ കൂടെ ക്രിയാത്മകമായിട്ടും ഓരോ സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും നടപ്പാക്കണമെന്നാണ് എൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം. ഞാൻ ആദ്യകാലത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലെ ദേശീയ തലത്തിലുള്ള അഡ്വൈസറി കമ്മിറ്റിയുടെ മെമ്പറായിരുന്നു. അന്ന് ഞാൻ അവരുടെ അടുത്ത് 1-2 നിർദ്ദേശങ്ങൾ വെച്ചു. കാരണം എപ്പോഴും ഈ ശാരീരികമായിട്ടുള്ള സ്ഥലജല മാനേജ്മെൻറ്റ് പണികൾ മാത്രം ആക്കി ഒതുക്കുന്നതിന് പകരം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അനുയോജ്യമായിട്ടുള്ള മറ്റു പല തൊഴിൽ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു എൻ്റെ ഒരു നിർദ്ദേശം. പിന്നെ ഈ 100 ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതി, ഇപ്പോൾ ചെറിയ കുട്ടികളുള്ള കുടുംബങ്ങളാണെങ്കിൽ അമ്മമാർക്ക്, ചെറുപ്പക്കാരികളായിട്ടുള്ള അമ്മമാർക്ക് എല്ലാ സമയത്തും വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് രാവിലെ കുട്ടികളുടെ സ്കൂളിൽ പോക്കും അല്ലെങ്കിൽ മറ്റ് പല പരിപാടികളോ ഒക്കെ ആയിട്ട് തിരക്കായിരിക്കും. അപ്പോൾ അര ദിവസമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ, അപ്പോൾ 100 ദിവസം എന്നുള്ളത് 200 അര ദിവസങ്ങളായിട്ട് ജോലി ചെയ്യാനായിട്ട് ഉള്ള പദ്ധതികൾ അവർക്ക് തയ്യാറാക്കാം. ഇല്ലെങ്കിൽ 4 മാസം ഇത്ര ദിവസം അര ദിവസങ്ങളായിട്ട് ചെയ്യാവുന്നത്. അങ്ങനെ പല നൂതനമായിട്ടുള്ള കാര്യങ്ങളും പൊതുകാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പൊതുസേവന രംഗത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ സ്ത്രീകളുടെ സമയം അവർക്ക് വീട്ടിൽ അത്യാവശ്യമായ കുട്ടികളെ നോക്കാൻ വരുന്ന സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ വന്ന് ജോലി ചെയ്യാൻ തക്ക വിധത്തിലുള്ള തൊഴിൽ പദ്ധതികൾ കൂടി രൂപീകരിക്കുന്നത് അവർക്ക് വളരെ ഒരു സഹായകമാകും. അങ്ങനെയാകുമ്പോൾ അതൊരു പീപ്പിൾ ഫ്രണ്ട്ലി, ജനസൗഹൃദമായിട്ടുള്ള ഒരു തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് മാറും. വേണ്ട നമുക്കിനി രോഗങ്ങൾ, വ്യാധികൾ വേണ്ട, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ: ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ നീർത്തടാധിഷ്ഠിത വികസന പ്രവർത്തനങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. മടിക്കൈ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കും: നീർത്തടം, നീർത്തടാധിഷ്ഠിത വികസനം എന്നിങ്ങനെ. മണ്ണ് ജലസംരക്ഷണ പദ്ധതികളുടെ അപര്യാപ്തത മൂലം ഗ്രാമം പതുക്കെ വരൾച്ചയിലേക്കും കൃഷിനാശത്തിലേക്കും നടന്നെടുക്കുകയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ജലജീവനം എന്ന പദ്ധതിയുടെ തുടക്കം. സമഗ്ര നീർത്തട അധിഷ്ഠിത വികസന പരിപാടിയാണിത്. വർഷകാലങ്ങളിൽ പ്രദേശത്ത് ലഭിക്കുന്ന ജലത്തെ ജനപങ്കാളിത്തത്തോടെ സമർത്ഥമായി കൈകാര്യം ചെയ്ത് കൃഷിക്ക് ഉപയുക്തമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രധാന നീർത്തടത്തിനും പ്രദേശത്തെ ജനങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ നീർത്തട കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട വികസന പദ്ധതിയും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും ഉപയോഗപ്പെടുത്തിയാണ് നീർത്തട കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഈ പദ്ധതികളൊക്കെ പൂർത്തിയാക്കിയത്. വളരെ കാലമായി ഒരു ആകാശകുസുമമായി നമ്മളെ ഇന്ത്യൻ പ്ലാനിങ്ങിൽ നിൽക്കുന്ന ഒരു ഘടകം. അതിന് ഇത്രയും പ്രോജ്വലമായൊരു മാതൃക ഉണ്ടാക്കിയതിന് മടിക്കൈക്ക് നന്ദി. ഇതിന്
വളരെ ദേശീയ പ്രാധാന്യമുള്ളൊരു നേട്ടമായി ഞാൻ അംഗീകരിക്കുന്നു. ഏത് വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് വെള്ളം. ആ വെള്ളം നിങ്ങളുടെ നിയന്ത്രണത്തിൽ 12 മാസവും കിട്ടത്തക്ക രീതിയിൽ അവിടെ ഒരു വലിയ തടയണയുടെ നിർമ്മാണം, മറ്റ് പല സംഗതികളും അവിടെ നടന്നിരിക്കുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഓരോ വിളകളുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത്, എന്തുമാത്രം അധിക ആദായം കിട്ടും. 1000 ഏക്കർ നെൽവയൽ, അവിടെ തരിശിടുന്ന വയലുണ്ടായിരുന്നു, പ്രദേശമുണ്ടായിരുന്നു. അവിടെ ജലനിരപ്പ് കയറുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമായി കനാലുകളും ഒക്കെ കീറി വെള്ളം വയലിലേക്ക് വിട്ടതിൻ്റെ ഭാഗമായി തന്നെ തരിശു നിലങ്ങളിൽ പോലും കൃഷി ചെയ്യാൻ വേണ്ടി ഏതാണ്ട് ഞങ്ങളുടെ കണക്ക് പ്രകാരം ഒരു 100 ഏക്കർ സ്ഥലത്ത് പുതുതായി നെൽകൃഷി ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയും നീർത്തട അധിഷ്ഠിത വികസന പ്രവർത്തനങ്ങളും സാമൂഹ്യ വനവൽക്കരണവും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇടുക്കി ജില്ലയിലെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റേത്. തൊഴിലുറപ്പ് പദ്ധതിയും നീർത്തട വികസന പദ്ധതിയും സംയോജിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയിലെ ഒറ്റത്തവണ ഇടപെടലാണ് രാജകുമാരി പഞ്ചായത്തിന്റെ പ്രധാന പദ്ധതി. കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം കാർഷിക ജോലികളിൽ കർഷകരെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഇടപെടലിലൂടെ സാധ്യമാക്കി. സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയിൽ പ്രകാരം നടാനുള്ള മരങ്ങളുടെ നഴ്സറിയാണിത്. നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവ കർഷകർക്ക് വിതരണം ചെയ്യുന്നു. ഈ തൈകൾ സംരക്ഷിക്കാനുള്ള ചിലവ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 വർഷത്തേക്ക് കർഷകർക്ക് നൽകുന്നു. മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇക്കാലയളവിൽ 122ഓളം കുളങ്ങളും 4012 മീറ്റർ നീളത്തിൽ കല്ലു കയ്യാലകളും NREG തൊഴിലാളികളെ ഉപയോഗിച്ച് തീർക്കുകയുണ്ടായി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും നീർത്തടാധിഷ്ഠിത വികസനവുമായി ബന്ധിപ്പിക്കാൻ രാജകുമാരി പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതനുസരിച്ച് ഏത് തരം പ്രവർത്തനങ്ങളാണ് ഇതിലെടുത്തിട്ടുള്ളത്? അവിടെ 49 ഇനം പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്തേക്കുന്നത്. മണ്ണ് ജലം സംരക്ഷണമാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഏലം, കുരുമുളക്, അതുപോലെ തന്നെ വൃക്ഷ ചെടികൾ പുനർകൃഷി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണൊഴിപ്പ് തടയാൻ വേണ്ടിയിട്ട് കല്ല് കയ്യാള, മണ്ണ് കയ്യാള, അതുപോലെ തന്നെ പുല്ല് നടിയിൽ പോലുള്ള പ്രവൃത്തിയെല്ലാം ചെയ്യുന്നുണ്ട്. ഓടകളും അതുപോലെ തന്നെ അഴുക്കുചാൽ നിർമ്മാണമെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഴക്കൊയ്ത്ത് കൂടുതൽ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മഴക്കുഴികളും ചെറിയ ചെറിയ കിണറുകളും കുളങ്ങളും ചെറിയ തടയണകളും എടുത്തിട്ടുണ്ട്. കുമരകം കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനമനുസരിച്ച് അടുത്തുള്ള 2 പഞ്ചായത്തുകൾക്ക് കൂടി വെള്ളമെത്തിക്കുവാൻ ശേഷിയുള്ള ജലസ്രോതസ്സുകളാൽ സമ്പന്നമാണ് കുറിച്ചി പഞ്ചായത്ത്. 110 ഏക്കറോളം വരുന്ന 6 കുളങ്ങൾ ഈ പഞ്ചായത്തിന് സ്വന്തമായുണ്ട്. എന്നാൽ ഇതിൽ 5 കുളങ്ങളും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഈ കാണുന്ന എണ്ണയ്ക്കാച്ചിറ കുളം പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പണികൾ ഭാഗികമായി നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി നിൽക്കുന്ന നീർത്തട പദ്ധതികളും ഉപയോഗശൂന്യമായി കിടക്കുന്ന 5 കുളങ്ങളുടെ പുനരുദ്ധാരണ പദ്ധതികളും പൂർത്തിയാക്കുവാനായാൽ സമ്പൂർണ്ണ ജലസ്വയം പര്യാപ്തത നേടിയ സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്തായിരിക്കും കുറിച്ചി. പരിസ്ഥിതി സംരക്ഷണത്തിൽ ഊന്നിയുള്ള ഒരു വികസനം മാത്രമേ സ്ഥായിയായിട്ടുണ്ടാവുകയുള്ളൂ. സുസ്ഥിരമായൊരു വികസനത്തിന് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഊന്നിയുള്ള ഒരു വികസനമാണ് നമുക്ക് വേണ്ടത് എന്ന ബോധം പല പഞ്ചായത്തുകൾക്കും ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. കാരണം കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിൽ ഒരു 300 സെൻറ്റിമീറ്ററിലധികം കൊല്ലത്തിൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശം, അതുപോലെ തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു കിടക്കുന്ന ഭൂമി, 44 നദികൾ ഒഴുകുന്ന പ്രദേശം, അതിൻ്റെ കൈവഴികളായി ധാരാളം ചെറു പുഴകളും അതുപോലെ തന്നെ കൈത്തോടുകളും ഒക്കെ ഉള്ള പ്രദേശം. ഈ ചെരിഞ്ഞു കിടക്കുന്ന ഈ ഭൂമിയിൽ ഇത്രമാത്രം മഴ കിട്ടുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു സസ്യാവരണം ഇല്ലെങ്കിൽ ഇതിന് ദുരന്തങ്ങളേറെ ഉണ്ടാകും. മണ്ണിടിച്ചിലുണ്ടാവും, മലയിടിച്ചിലുണ്ടാവും, മണ്ണൊലിപ്പുണ്ടാവും, താഴെയുള്ള കയങ്ങൾ നികന്നു പോകും. അതുപോലെ തന്നെ മഴക്കാലം കഴിഞ്ഞാലുണ്ടാകുന്ന വരൾച്ച അതിരൂക്ഷമായിരിക്കും. കാരണം കാടുകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഒരു പച്ച ആവരണത്തിന് മാത്രമേ മഴവെള്ളത്തെ ശേഖരിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഒഴുകി കടലിലേക്ക് പോകും. അതുകൊണ്ടാണ് നീർത്തടാധിഷ്ഠിത വികസനം എന്നൊരു കൺസെപ്റ്റ് തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട്.
അതാണ് ഏറ്റവും സ്ഥായിയായിട്ട് നിൽക്കുന്നത്. ഓരോ പ്രദേശത്തിന്റെയും സാമൂഹികവും സാമ്പത്തികവും ഭൂമിശാസ്ത്രപരവുമായ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും ആവിഷ്കരിക്കുവാനും. അത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം, സുന്ദര കേരളം. ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.